ഡാബി, നീ കുറേ നാളെ അവൾ തന്നെ നോട്ടിട്ടിട്ട് എന്നിട്ട് ഒരിക്കൽ പോലും അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാത്തെന്താ? എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന നീ എന്തേ ഈ കാര്യത്തിൽ മാത്രം പിന്നോട്ടായത്? അബിയുടെ കൂട്ടുകാരൻ ഷാരോൺ അവനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ശരിയാ, എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഞാൻ ഈ കാര്യത്തിൽ പിന്നിലേക്ക് വലിഞ്ഞതല്ല. അതെൻ്റെ ലൈഫാണ്. ആ ലൈഫിലുടനീളം അവൾ എന്നിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായി ഇത്രയും നാളും അവൾ ആരാ, എന്താ, എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. ആ വേറൊരു പ്രണയത്തിന് ഇങ്ങനെയൊക്കെ വേണോ മോനെ അബിക്കൂട്ട? പോടോ, നീയൊക്കെ ദിവസം കുറേ പെമ്പിള്ളേരെ നോക്കി അവളുമാരെയൊക്കെ ഒരേ തരത്തിൽ കണ്ട് പ്രണയം കാണിക്കുന്ന പോലെയല്ല. ഒരു ടൈം പാസ് പ്രണയമല്ല ഈ അബിയുടേത്. അബി ഈ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതാ പോയവളാണ് എൻ്റെ നന്ദൂസ് എന്ന നന്ദന. അല്ലടാ, അവിടെ പേര് നന്ദന എന്ന് മാത്രമേ ഉള്ളൂ, കൂടെ അച്ഛൻ്റെ അമ്മയുടെ പേരൊന്നുമില്ലേ? അതിനവൾക്ക് അവരാരാണെന്ന് അറിഞ്ഞാലേ പേരിൻ്റെ കൂടെ ചേർക്കാൻ പറ്റൂ. യെസ്, ഷീസ് ആൻ ഓർഫൻ. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടമായി. അച്ഛൻ്റെ വീട്ടുകാർക്കും അമ്മ വീട്ടുകാർക്കും ആ പിഞ്ചു കുഞ്ഞ് അതൊരു പെൺകുഞ്ഞായതുകൊണ്ട് ഫ്യൂച്ചറിൽ ബാധ്യതാവും തോന്നിയതിനാൽ മേരിമാത ഓർഫനേജ് കൊണ്ടുപോയി ആക്കി. പിന്നീട് ഒരിക്കലും അവളെ കാണാൻ അവിടെ ഉറ്റവരെന്ന് പറയുന്ന ആരും വന്നിരുന്നില്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞോ അബി? എൻ്റെ പപ്പയിൽ നിന്ന്. എന്തോന്ന്? ആടാ, പപ്പ മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടു. അവളെ കണ്ട നാൾ മുതൽ അവൾ ആരാണെന്നും എവിടെയാണ് വീടെന്ന് പറഞ്ഞ് അവളുടെ പാരൻസിനോട് പോയി നേരിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്നും എനിക്ക് മാത്രമായിട്ട് അവളെ തന്നൂടെയെന്ന് ചോദിക്കാനും ഒത്തിരി അവളെപ്പറ്റി അന്വേഷിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവളുടെ പേര് മാത്രമേ എനിക്കറിയാനായി കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശ്ചികമായി പപ്പയുടെയും മമ്മിയുടെയും സംസാരം കേട്ടത്. ആദ്യമൊന്നും എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നന്ദന എന്ന പേര് കേട്ടപ്പോഴാണ് ഞാൻ ഒന്നുകൂടി കാതോർത്ത്. കൂടെ അവരുടെ കയ്യിൽ അവരുടെ ഫോട്ടോ കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇത് ഞാൻ സ്നേഹിക്കുന്ന നന്ദന തന്നെയാണെന്ന്. അവരിൽ നിന്നാണ് ഞാനെല്ലാം അറിഞ്ഞത്. അവളുടെ കൊച്ചിലെ തന്നെ മാതാപിതാക്കൾ നഷ്ടമായതും ഓർഫനേജിൽ കൊണ്ടാക്കിയതുമെല്ലാം അവിടുത്തെ മദറാണ് പിന്നെ അവൾ വളർത്തിയത്. എൻ്റെ പപ്പയും മമ്മിയും ആ ഓർഫനേജിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നന്ദനയും ഉണ്ടായിരുന്നു. അവൾ പഠിക്കാൻ നല്ല മിടുക്കിയാണ്, ഒപ്പം നല്ല സ്വഭാവം. അതിൽ തന്നെ പപ്പയും മമ്മിയും വളരെ ഇമ്പ്രസീവായി. മദറിനോട് അവളെപ്പറ്റി കൂടുതൽ അറിയുകയും അങ്ങനെ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ അവർക്ക് കൊടുത്ത് അവിടെ 18 വയസ്സ് തികയുന്നെന്ന് അത് അവൾക്കായിട്ട് നൽകണമെന്ന് പപ്പയോടും മമ്മിയോടും പറഞ്ഞിരുന്നു. സോ നാളെയാണ് അവൾക്ക് 18 വയസ്സാവുന്നത്. അതിനാൽ തന്നെ അവളോടെല്ലാം എങ്ങനെ പറയുന്നുള്ള ഡിസ്കഷനിലായിരുന്നു പപ്പയും മമ്മിയും. ഇതെല്ലാം കേട്ട് ഞാൻ അവിടെ അടുത്തേക്ക് ചെന്ന് എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അത് കേട്ടതും പപ്പയും മമ്മിയും ഫ്ലാറ്റ്. എന്താണെന്നോ, അവരുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ പെണ്ണായി കൊണ്ടുവരണമെന്ന്. പക്ഷേ ഞാനെങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടിയായിരുന്നു അവർക്ക്. സോ ഇപ്പോഴെല്ലാം ഓക്കെ ആയി. ദാ ഷാരോണെ, നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ അവളോട് എന്താ ഇതുവരെ ഇഷ്ടം തുറന്നു പറയാത്തതെന്ന്? അതിലുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ. ഒരു സിനിമാ കഥ കേട്ടെന്ന പോലെയുള്ള ഇരിപ്പിൽ ഷാരോൺ എല്ലാം ശ്രദ്ധയോടെ കേട്ട് അഭിയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാൽ ഇതും കൂടി കേട്ടോ, നാളെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയും. ഇത്രയും നാൾ അവളുടെ പാരൻസിൻ്റെ സമ്മതത്തോടു കൂടി എൻ്റെ പ്രണയം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു വാലന്റൈൻസ് ദിനത്തിലാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്. സോ ഇനി വരുന്ന വാലന്റൈൻസ് ദിനത്തിൽ ഈ ലോകത്ത് മറ്റാരും നൽകാത്തൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുമെന്ന് അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. സോ ആ സുദിനമാണ് നാളെ. നാളെ എൻ്റെ മനസ്സിലുള്ള അവൾ അറിയിക്കും. അത് കേട്ട് ഷാരോൺ അബിയെ കെട്ടിപ്പിടിച്ച് എന്തിന് ഞാനുണ്ടടാ കൂടെ എന്ന് പറയാതെ പറഞ്ഞു. വാലന്റൈൻസ് ഡേ രാവിലെ തന്നെ അബി കുളിയും തേവാരം കഴിഞ്ഞ് നല്ലൊരു മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി. പോണ പോക്കിൽ പപ്പയുടെയും മമ്മിയുടെയും അനുഗ്രഹം വാങ്ങാനും മറന്നില്ല. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് അവൾ അമ്പലത്തിൽ വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവൾക്കായി അവൻ ആൾത്തറയിൽ കാത്തിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു സിമ്പിൾ സാരി ഉടുത്ത് കണ്ണിൽ കരിമഷി പടർത്തി നെറ്റിയിൽ കുഞ്ഞു വട്ടപ്പൊട്ടും തൊട്ട് കൈമുട്ട് വരെയുള്ള കറുത്ത ചുരുണ്ട മുടികൾ ഇഴയെടുത്ത് പിന്നി കൈ നിറയെ ഭഗവാനായി ചാർത്താനുള്ള പൂമാലയുമായി അവൾ അമ്പലനടയിലേക്ക് പോയി. അവളുടെ പ്രാർത്ഥന കഴിയുന്നവരെ അവൻ അവൾക്കായി കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദന പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ നിമിഷത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു അഭിയും. അവൾ പോവാനായി തിരിഞ്ഞടന്നപ്പോഴാണ് പുറകിൽ നിന്ന് നന്ദന എന്നുള്ള വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. അബി അപ്പോഴേക്ക് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നന്ദനയാണെങ്കിൽ ഇതാരപ്പ എന്ന ഭാവവും. നന്ദന, താനിപ്പോൾ ഓർക്കുന്നത് ഞാൻ ആരാണെന്നാവും. എങ്കിൽ കേട്ടോളൂ, എൻ്റെ പേര് അഭിനവ് ഭാസ്കർ. എല്ലാവരും അഭിന്ന് വിളിക്കും. ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ പീഡിയാട്രീഷ്യനാണ് ഞാൻ. എൻ്റെ വീടും കോളേജിനോട് ചേർന്ന് തന്നെയാണ്. വീട്ടിൽ പപ്പയും മമ്മിയും പിന്നെ ഈ ഞാനും മാത്രം. സോ ഇനി വളച്ചിട്ടില്ല കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. ഇത്രയും ഞാൻ പറഞ്ഞത് താൻ എന്നെ പറ്റി അറിയാനാണ്. എന്തിനെന്നാൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്, വേറൊരു ഇഷ്ടമല്ല. കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശവും. പിന്നെ മരം ചുറ്റി പ്രേമത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള പ്രണയത്തിനോടാണ് എനിക്ക് താല്പര്യം. പിന്നെ ഞാനിപ്പോഴും ഇങ്ങനെ വന്ന് പറയാൻ കാരണം നന്ദന എന്ന നിന്നെ നന്ദനാഭിനവാക്കി ഞാൻ കൊണ്ടുപോകുന്നത് നീ അറിയാൻ വേണ്ടി മാത്രം. പിന്നെ നീ ആരാണെന്നും എന്താണെന്നും എല്ലാം എനിക്കറിയാം. ഇനി ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഒഴിവായി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ നിനക്കായി ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്.
ബാക്കിയെല്ലാം ഇതിലുണ്ട്. അത് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ അറിയുമെന്നും കൂട്ടിച്ചേർത്തു. നന്ദനയുടെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ അവൾക്കായി അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവളുടെ കൈകളിൽ ഏൽപ്പിച്ച് പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് എസ്കേപ്പായി. നന്ദനയാണെങ്കിൽ ഇപ്പോൾ എന്താ നടന്നെന്നുള്ള അന്താളിപ്പിലും. അപ്പോഴാണ് അവൻ കൊടുത്ത ഗിഫ്റ്റിലേക്ക് നോക്കിയത്. അവളത് അപ്പോൾ തന്നെ തുറന്നു നോക്കി. ആ ഗിഫ്റ്റ് ബോക്സിൽ വളരെ ആഠ്യത്വം തുളുമ്പുന്നൊരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ചിത്രമായിരുന്നു. ഒപ്പം ആ സ്ത്രീയുടെ കയ്യിലൊരു കൈക്കുഞ്ഞും, കൂടെ താഴെയായി ഒരു കുറിപ്പും. നന്ദന, ഈ ഫോട്ടോയിൽ കാണുന്നത് നിന്റെ അച്ഛനും അമ്മയുമാണ്. കൂടെ കാണുന്ന ആ കൈക്കുഞ്ഞ് നീയും. അപ്പോഴാണ് അവൾക്ക് കുറച്ച് നാൾ മുമ്പ് മദർ തൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കാണിച്ചത് ഓർമ്മ വന്ന്. അതിൽ നിന്നും ആ കുഞ്ഞ് താനാണെന്ന് അവൾക്ക് മനസ്സിലായി. ബാക്കി കൂടി അവൾ വായിച്ചു. നന്ദന ചന്ദ്രശേഖർ, ഡോട്ടർ ഓഫ് ചന്ദ്രശേഖർ തമ്പി ആൻഡ് ദേവകി ചന്ദ്രശേഖർ തമ്പി, വലിയ കോയിക്കൽ തറവാട്. പിന്നെ ഈ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോകുന്നവനും ഇനി നീ അനാഥയല്ല, ഈ അബിയുടേത് മാത്രമാണ് നന്ദൂസേ. അത് വായിച്ചപ്പോൾ നന്ദന കരഞ്ഞുപോയി. ഒപ്പം അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു അബിയെക്കുറിച്ച് ഓർത്തപ്പോൾ. ഇതെല്ലാം അബി മറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. അവൻ വേഗം തന്നെ ഓടി വന്ന് അവളുടെ കവിളിൽ മുത്തമിട്ടു. ഐ ലവ് യു നന്ദൂസേ, ലവ് യു സോ മച്ച്, മോർ ദാൻ എവർ. സോ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നുകൂടി വിഷ് ചെയ്ത്. ഷാരോടെ വണ്ടി വിട്ടോടാ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു അവൻ. അവൻ്റെ ഓട്ടം കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു പോയി. ആ സന്തോഷം ഇരട്ടിയായിരുന്നു. എന്തെന്നാൽ സ്വന്തം അച്ഛനും അമ്മയും ആരെന്നറിഞ്ഞതിലും കൂട്ടത്തിൽ തനിക്കായി മാത്രം ജനിച്ച പുരുഷ കേസരിയെ കണ്ടതിലും അവിടുന്ന് തുടങ്ങിയായിരുന്നു അവരുടെ പ്രണയം.